നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ 100% വിജയം പ്രതീക്ഷയെന്ന് ബി.ജെ.പി സ്ഥാനാർത്ഥി വി മുരളീധരൻ. ജനങ്ങൾ അവരുടെ വിശ്വാസത്തെ ചവിട്ടിമെതിച്ചവർക്കെതിരെ വിധിയെഴുതുവാനുള്ള അവസരമായി തെരഞ്ഞെടുപ്പിനെ കാണുമെന്നും വി മുരളീധരൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആ റിപ്പോർട്ട് കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഇങ്ങനെ കടുക്കുകയാണ്. എന്തായാലും നമ്മളോടൊപ്പം കഴക്കൂട്ടം നിയമസഭാ സ്ഥാനാർത്ഥി ബി.ജെ.പി നേതാവുമായ വി മുരളീധരൻ ചേരുന്നുണ്ട്. ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ബി.ജെ.പി എങ്ങനെയാണ്? ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ നാഴികക്കല്ലായിട്ട് മാറാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇത്രയും കാലം രണ്ട് മുന്നണികൾ മാറി മാറി ഭരിച്ചിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിന് മാറ്റം വരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും. കഴക്കൂട്ടം മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കും. 100%. ഭൂരിപക്ഷം ആയിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. നോമിനേഷൻ കൊടുക്കട്ടെ, പ്രചരണ പ്രവർത്തനം നടക്കട്ടെ, അപ്പോൾ ഞാൻ ഭൂരിപക്ഷം പറയും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ നമ്മൾ ശബരിമല വിഷയങ്ങളൊക്കെയാണ് ബി.ജെ.പി തുടർച്ചയായിട്ട് ഉയർത്തിപ്പിടിച്ചത്. സ്ഥാനാർത്ഥി കടകംപള്ളിയെ തന്നെ നിർത്താനായിട്ടുള്ള ഒരു സാഹചര്യം അത് അവരുടെ പാർട്ടി തീരുമാനിക്കുന്നതല്ലേ, നമുക്ക് പറയാൻ പറ്റൂലല്ലോ കാര്യം. ഈ ശബരിമല വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. ജനങ്ങൾ അവരുടെ വിശ്വാസത്തെ ചവിട്ടിമെതിച്ച ആളുകളോട് കുറിച്ച് അവരുടെ വിധിയെഴുത്ത് നടത്താനുള്ള ഒരു അവസരമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് എന്തായാലും കാണും. മറ്റൊരു വിഷയം, കടകംപള്ളി നിൽക്കുന്ന പല മത്സരങ്ങളിലും വർഷങ്ങൾക്ക് ശേഷവും ഈ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടിയിട്ടില്ലല്ലോ. ഞാൻ 2016 മത്സരിച്ചപ്പോൾ അദ്ദേഹം 7000 വോട്ടിലാണത് ജയിച്ചത്. അതിനു മുമ്പ് ആ മണ്ഡലത്തിൽ തോറ്റിട്ടുണ്ട്, മണ്ഡലം വിട്ട് ഓടിപ്പോയിട്ടുമുണ്ട്. അതൊക്കെ ഉണ്ട്. 100%. അപ്പോൾ അങ്ങനെ തന്നെയാണ്. എല്ലാ തരത്തിലും ഒരു വിജയപ്രതീക്ഷ തന്നെയാണ് വി മുരളീധരനും ഉണ്ടാകുന്നത്. എന്തായാലും ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനോടൊപ്പം സനീറ്റ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.